ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് തോട്ട്സ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്കും ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണിൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് തോട്ട്സ് എന്താണ്, റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള അവരുടെ തോട്ട്സ് എന്താണ്. 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. വളരെ നൊസ്റ്റാൾജിയ തോന്നുന്നൊരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അതായത് മെമ്മറീസ് ഒരുപാട് കടന്നു വരിക, പാസ്റ്റിലെ കാര്യങ്ങൾ ഒരുപാട് കടന്നു വരിക. അത് ആ പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പം അവർക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റു തോന്നുക, അല്ലെങ്കിൽ ഭയങ്കര മെമ്മറീസ് ആയിട്ട് നമ്മളിങ്ങനെ ഭയങ്കര ഹാപ്പി ആവുന്ന ഒരു എനർജി. ഓക്കെ, ഇത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഒരാൾ മേ ബി നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, ഫ്രണ്ടിൽ നിന്നും ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നതായിരിക്കാം, നിങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഏജ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടെ നോക്കുന്ന ഒരാളാണെങ്കിലും അവർക്ക് അതിൻ്റെതായ ഒരു മെച്യൂരിറ്റി ഇല്ലാത്തൊരു പേഴ്സൺ ആയിരിക്കാം. സോ ഒരു കുട്ടിത്തമുള്ള ഒരാളുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് അതുപോലെ ആ ഒരു കുട്ടിത്തത്തോടെ തന്നെയാണ് അവർ ആ ഒരു റിലേഷൻഷിപ്പിലെ പാസ്റ്റിൽ എന്തൊക്കെയോ മെമ്മറീസിനെ ആലോചിക്കുന്നത്. ഓക്കെ, പാസ്റ്റ് ലൈഫിനെ കുറിച്ചിട്ട് ഒരുപാട് മെമ്മറീസ് വരുന്ന എനർജി. കിങ് ഓഫ് കപ്സ് ആണ്. ഒരുപാട് ഫീലിങ്സ് ഈ പേഴ്സൺ ഇപ്പം നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട്. ദാറ്റ് മീൻസ് ഒരു ലവ് എനർജി. കപ്പ് എന്ന് പറയുമ്പോൾ സ്നേഹമാണ്. ആ ഒരു സ്നേഹത്തിൻ്റെ എനർജി പേഴ്സൺ ഒരുപാട് നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട്. പക്ഷെങ്കിൽ അവർ ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു എനർജിയാണിത്. അതായത് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത്, ഈ കാർഡ് കണ്ടോ, ഇതിൻ്റെ ചുറ്റും തിരമാലയാണ് കാണുന്നത്. സോ അതേപോലെ തന്നെ ഒരു കടലിൻ്റെ നടുവിൽ പോയിട്ട് ഇരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും, ഒരു ചെയർ ഇട്ടിരുന്നാൽ എങ്ങനെയായിരിക്കും, അതിൻ്റെ ചുറ്റും തിരമാലയായിരിക്കും. അപ്പം അതുപോലെ തന്നെ ഇവർ ചുറ്റിനും ഒരു ബൗണ്ടറി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. സോ മേ ബി നിങ്ങൾ കോൺടാക്ട് ഇല്ലായിരിക്കാം, നോ കോൺടാക്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ലെസ് കോൺടാക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള റിലേഷൻഷിപ്പൊക്കെ ആയിരിക്കാം നിങ്ങളുടേത്. അങ്ങനെ എന്താണെങ്കിലും ഇപ്പം നിങ്ങൾ അങ്ങനെ അല്ലെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഒരുപാട് ഫീലിങ്സ് തോന്നുന്നുണ്ട്, ഒരു ലവ് എനർജി തോന്നുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളെന്താ പറയുക, സ്നേഹം ഒഴുകുന്ന ഒരവസ്ഥ എന്നൊക്കെ പറയില്ലേ, ആ രീതിക്ക് അവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ ഒരുപാട് തോട്ട് ചെയ്യുമ്പോഴും ഒരുപാട് മിസ് ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്ക് ആ ഒരു എനർജി വരിക. ആൻഡ് നൈറ്റ് ഓഫ് വൺസ് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ഒരു അബ്രോഡാണ്, അല്ലെങ്കിൽ വിദേശത്തൊക്കെ ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണ്, അല്ലെങ്കിൽ കുറേ നാളായിട്ട് കോൺടാക്റ്റ് ഒന്നുമില്ലെങ്കിൽ ഈ പേഴ്സൺ ഫാസ്റ്റായിട്ട് നിങ്ങളുടെ അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ട് ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്യുന്നു. അതായത് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്യുക. ഓക്കെ, ഏതോ ഒരു സമയത്ത് എടുത്തു പോയിട്ടുള്ള റോങ് ആയിട്ടുള്ള ഡിസിഷൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുള്ളത് എന്താണോ ആ ഒരു കാര്യമല്ല, അത് അവിടെ നിൽക്കട്ടെ, നിങ്ങളിലേക്ക് എങ്ങനെ വരാം എന്നുള്ള രീതിയിൽ ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്ത് ഫാസ്റ്റായിട്ട് ഡിസിഷൻ എടുക്കുന്ന ഒരവസ്ഥ ഫാസ്റ്റായിട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, മേ ബി നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എത്തുന്നുണ്ടാകാം. അതായത് ഒന്ന് കാണണം എന്നൊക്കെയുള്ള രീതിയിൽ ഓടി വരുന്ന ഒരു എനർജി. 2 ഓഫ് വൺസ് ആണ്. എഗെയിൻ നിങ്ങളുടെ പേഴ്സൺ ദൂരെ ആയിരിക്കാം, ഒരുപാട് നാളായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ലാത്തൊരവസ്ഥയൊക്കെ. അതായത് മാറി നിന്ന് സൈലൻ്റായി നിന്നുകൊണ്ട് പ്ലാൻ ചെയ്യുകയാണ് ഇവർ, പ്രോഗ്രസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയാണ്. ഓക്കെ, അബ്രോഡോ അല്ലെങ്കിൽ ഏജ് ഡിഫറൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ. അപ്പം മാറി നിന്നുകൊണ്ട് കോണ്ടാക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ കരുതും ഈ പേഴ്സൺ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നതെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. അവർ ആ മാറി നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ഒരുപാട് എങ്ങനെ ഇതിൽ പ്രോഗ്രസ് ഉണ്ടാക്കാം, എങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഫ്യൂച്ചർ അവർ നല്ല രീതിക്ക് നിങ്ങളുടെ കൂടെയുള്ള ഫ്യൂച്ചർ അവർ ഈ റിലേഷൻഷിപ്പിൽ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർക്ക് ഐഡിയാസുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഇവിടെ ഒരു റിയൂണിയൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് പാസ്റ്റിലെ കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതോ സംതിങ് എന്തോ ആയിക്കോട്ടെ, അതൊന്നും ഇനി ഇവിടെ വേണ്ട. ഇതൊരു ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു റീബർത്ത് ആണ്. അതായത് അതിനെയെല്ലാം അവിടെ എൻഡാക്കി, അത് ഇനി പുതിയൊരു ലൈഫ് എന്ന രീതിയിൽ. ഞാൻ തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു ഇവിടെ ഫ്യൂച്ചർ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സോ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പഴയ കാര്യങ്ങളൊന്നും എടുത്തിടത്തില്ലല്ലോ. അപ്പോൾ പുതിയൊരു ലൈഫ് വേണം എന്നുള്ള രീതിയിൽ ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു റീബർത്ത് അവർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നു. സോ അതൊരു റിയൂണിയൻ്റെ പോസിബിലിറ്റിയാണ്. ഓക്കെ, അങ്ങനെ ചിന്തിക്കുന്നത് റിയൂണിയൻ്റെ പോസിബിലിറ്റിയാണ്.
3 ഓഫ് വൺസ് വന്നിട്ടുണ്ട്. ഇതും ദൂരെ നിന്നുകൊണ്ട് ഒരു പ്രോഗ്രസ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്ന ഐഡിയാസുകൾ വരുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷനോ അല്ലെങ്കിൽ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഒരു കോൺടാക്ട് ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. കറക്റ്റ് പ്രോപ്പറായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ കാണാൻ സാധിക്കുന്നുണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ സംസാരിക്കാം സിറ്റുവേഷൻസ് കൊണ്ട് കറക്റ്റായിട്ടൊന്ന് സംസാരിക്കാനോ ഡിസിഷൻസ് എടുക്കാനോ ഒന്നിച്ച് നിന്ന് പ്ലാൻ ചെയ്യാനൊന്നും കഴിയുന്നുണ്ടാവില്ലായിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ അതിനുള്ളൊരു പ്രോഗ്രസ് അവർ എന്താ ചെയ്യേണ്ടേ അതിന് വേണ്ടിയിട്ട് എന്നുള്ള കാര്യങ്ങൾ തിങ്ക് ചെയ്യുകയാണ് ഒരുപാട്. എന്താണ് അതിന് വേണ്ടി ചെയ്യാൻ പറ്റുക? മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ടൊരു പ്ലാനിങ് ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധം കരുതിയിട്ടായിരിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ 7 ഓഫ് പെൻഡക്കിൾ റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. ഇത് അപ്രൈറ്റ് വന്നിരുന്നെങ്കിൽ ഒരുപാട് കാത്തിരിക്കുന്ന, ലോങ് ടേം കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും റിസൾട്ട് കിട്ടാത്ത ഒരാളെ മെൻഷൻ ചെയ്യാൻ സാധിക്കും. പക്ഷേങ്കിൽ ഇത് അപ്രൈറ്റ് വന്നതുകൊണ്ട് തന്നെ ആ ഒരു എനർജി മാറിയിട്ടുണ്ട്. അതായത് ഇപ്പം നിങ്ങളുടെ ഇടയിൽ തടസ്സങ്ങളില്ല. അവർക്കിപ്പം വന്നു കഴിഞ്ഞാലും ഒരു തടസ്സങ്ങളില്ലാത്ത അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അതായത് ഇത്രയും നാളും നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, പ്രെയർ ചെയ്യുകയോ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പ്രോപ്പർലി ഒരു ഒരു മിസ്റ്റേക്ക് ഇല്ലാതെ നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ ആ പേഴ്സണ് കഷ്ടപ്പെടേണ്ട കാര്യമില്ല, ഹാർഡ് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല, അവർക്കത് ഈസി ആയിട്ട് വരാൻ സാധിക്കും. അവരുടെ ഒരു തടസ്സം ഇല്ല എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, മേ ബി നിങ്ങളുടെ തടസ്സങ്ങൾ മാറിയിട്ടുണ്ടാകാം. ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാറ്റി നിർത്തിയതാണെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ല എന്ന് തന്നെ പറയാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, നിങ്ങളുടെ സെപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലമായി നിൽക്കുന്ന കാര്യം എന്താണോ അതിലൊരു ചേഞ്ച് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ആ ഒരു കാർഡ് റിവേഴ്സ്ഡ് വന്നിട്ടുള്ളത്. അതൊരു ഹാപ്പി, ഒരു പോസിറ്റീവ് കാർഡായിട്ടാണ് കിട്ടിയത്. ആൻഡ് ഫൈനലി വേൾഡ് കാർഡാണ് വന്നിട്ടുള്ളത്. സോ ഇത് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡാണ്. ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെയാണ്, നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ആണെങ്കിൽ അവർ വിദേശത്തും നിങ്ങൾ നാട്ടിലൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ മേ ബി നിങ്ങളെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കാം അവർ വരാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയി സെറ്റിൽഡ് ആകാനായിരിക്കാം അവർ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഒരു ഫാമിലിയിൽ ഒരു ഫുൾഫിൽമെൻറ്റ് വേണം, അല്ലെങ്കിൽ ഒരു ഫാമിലി പോലുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്, അതാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത്. വേൾഡ് കാർഡ് എന്ന് പറയുമ്പം ലോകമായിട്ട് കരുതുകയാണ്. വേറെ ഒന്നുമില്ലെങ്കിലും അവർക്ക് നിങ്ങളെന്നൊരു പോയിന്റ് അവർക്ക് വേണം. ഓക്കെ, അതാണ് മെയിൻലി അവരിവിടെ ചിന്തിക്കുന്ന ഒരു കാര്യം. സോ ആ ഒരു ചിന്തകളെല്ലാം വരുന്നതുകൊണ്ടാണ് അവർക്ക് കൂടുതലായിട്ടും നിങ്ങളുടെ അടുത്ത് ഒരു ലവിൻ്റെ ഫീലിങ്സ് ഒരുപാട് വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഒരു മെമ്മറീസ്, ഫസ്റ്റത്തെ കാർഡിന് മെമ്മറീസ് നമുക്ക് വന്നത്. ആ ഒരു മെമ്മറീസുകൾ കാരണം നൊസ്റ്റു തോന്നുക, ആ ഒരു മെമ്മറീസ് അങ്ങനെ വന്നിട്ട് നൊസ്റ്റു തോന്നുമ്പം അതിങ്ങനെ അതിലേക്ക് ഇങ്ങനെ ആലോചിക്കുമ്പോൾ അവരുടെ മുഖത്തൊരു പുഞ്ചിരി വരും. അത് ആ ഹാപ്പിനെസ് ആണത്. ഓക്കെ, അപ്പം അതിനെല്ലാം അർത്ഥം അവർ നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് അതിന് വേണ്ടിയിട്ട് ഫാസ്റ്റായിട്ട് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. മേ ബി ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകാം, അല്ല കിട്ടാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടും. കാരണം ഇതൊരു റിയൂണിയൻ, ഡെത്ത് കാർഡ് എന്ന് പറയുന്ന ഒരു റിയൂണിയൻ പോസിബിൾ കാർഡാണ്. ആൻഡ് ഇവിടെ 6 ഓഫ് വാൻഡ്സ് എന്ന കാർഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് ബോട്ടം ഓഫ് ദ ഡെക്കാണ്, അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പോസിറ്റീവ് കാർഡാണ് കേട്ടോ. 9 ഓഫ് സോർട്സ് എന്ന കാർഡ് ഇവിടെ റിവേഴ്സ്ഡ് കണ്ടോ. ഇത് ഇങ്ങനെയായിരുന്നെങ്കിൽ വളരെ ഡിപ്രസ്ഡ് അടിച്ചിരിക്കുന്ന, പശ്ചാത്തപിക്കുന്ന, കുറ്റബോധം കൊണ്ടിരിക്കുന്ന ഒക്കെ ഒരാൾ, റിഗ്രറ്റ് ചെയ്യുന്ന ഒരാളൊക്കെ കാണിക്കും. പക്ഷേ എങ്കിൽ ഇത് റിവേഴ്സ്ഡ് വന്നിട്ടില്ല. അതായത് ആ എനർജി, നിങ്ങളുടെ ഇടയിൽ തടസ്സമായി നിന്നിട്ടുള്ള എനർജി എല്ലാം തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. അങ്ങനത്തെ എനർജികൾ ഇപ്പോൾ കാണുന്നില്ല. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്തുണ്ടെങ്കിലും അതിപ്പം ചേഞ്ച് ആയിട്ടുണ്ട്, അവർക്കൊന്ന് ഫ്രീ ആയിട്ടുണ്ട് അവരെന്നുള്ളതാണ് കാണുന്നത്. 10 ഓഫ് കപ്സ് കണ്ടോ, ഇത് ഹാപ്പി ഫാമിലിയാണ്. വേൾഡ് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്, ഫുൾഫിൽമെൻറ്റ്, വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു ഫാമിലിനെ കാണിക്കുന്നതാണ്. സോ ഇതൊരു റിയൂണിയൻ പോസിബിലിറ്റി കാണിക്കുന്നതാണ്. ആൻഡ് ഇവിടെ സൺ കാർഡ്, ഇതും അതേപോലെ തന്നെ ഒരു റിയൂണിയൻ കാണിക്കുന്ന കാർഡാണ്. സോ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സാണ് കിട്ടിയിട്ടുള്ളത്. ഇത് മേ ബി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ഈ ഒരു കറൻറ്റ് തോട്ട്സിനകത്ത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കിട്ടുന്നത്. അവർ സൈലൻ്റ് ആയിരിക്കുന്ന ഒരേ ഒരു കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അവർ ഹൈഡ് ചെയ്ത് വെക്കുന്നു. അത് ഇപ്പോഴും നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ പോലും അത് അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മേ ബി അത് സ്ലോ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അപ്പം നിങ്ങളുടെ ഈ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ചെറിയൊരു റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.